കൂട്ടുകാരെ, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്ലാഞ്ഞിൽ മീനിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ തോട്ടിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെ ഫ്രൈ ചെയ്യണമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് വൃത്തിയാക്കി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊലി ഉരിക്കാൻ ഒത്തിരി പണിയാണ്. അപ്പോൾ നമുക്ക് പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല, ആണുങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇത് അതേപോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതിൻ്റെ കൂട്ട് കെട്ടിയിട്ടിട്ട് വേണം ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പിഴുപുളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ചൊന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടേ, നല്ല കറിവേപ്പില എനിക്ക് കിട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇതിൽ കുറച്ചെടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി. ഇതെല്ലാം കൂടെ ഞാൻ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരും കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, അതിന് പകരം ഞാൻ പിഴുപുളി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ല വടിയ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ മീനെല്ലാം ഇതിലേക്കിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മസാല പിടിക്കണം. നമ്മുടെ സാധാരണ മീനിൻ്റെ കൂട്ടല്ല, എന്ന് വെച്ചാൽ ചവറുപ്പോ ചവയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ അങ്ങനെയുള്ള ചവകളും കാര്യങ്ങളും ഒന്നും വരുത്തതുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. അതേപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഓളെന്നുള്ളൊരു ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. എല്ലാവർക്കും ഒന്നും ഇത് കിട്ടത്തില്ല, എല്ലാവരും ഇത് കഴിക്കണമെന്നുമില്ല.